ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. മതമല്ല മനുഷ്യത്വമാണ് ഏറ്റവും വലുതെന്ന് കാണിച്ചു തരുന്ന ചില മനുഷ്യർ നമുക്ക് ചുറ്റും ഉണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികളെ കാണുന്നത്, പരിചയപ്പെടുന്നത്, അവർ ചെയ്യുന്ന ചില പ്രവർത്തികളെങ്കിലും കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്, വല്ലാത്തൊരു ഭാഗ്യമാണ്. അങ്ങനെ എനിക്ക് തോന്നിയ ഒരു വ്യക്തിയാണ് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഇവരുടെ പേര് സിലു എന്നാണ്. ഇവർക്കൊരു യൂട്യൂബ് ഉണ്ട്, സിലു ടാക്സ് എന്ന് പറയുന്നത്. എപ്പോഴും ഇവരുടെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ, പക്ഷേ സജഷൻ വീഡിയോസ് വരുന്ന സമയത്ത് ഇവരുടെ കുക്കിംഗ് മറ്റും കാണാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ കുഞ്ഞു മക്കളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തിക്കും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പുണ്യ പ്രവർത്തികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് നമുക്ക് താങ്ങായി തണലായി കൂടെ നിൽക്കാൻ ഒരു പങ്കാളി ഉണ്ടാവുക എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ഭാഗ്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു സ്ത്രീയാണ് ഇവരെന്ന് പറയുന്നത്. ഒരുപാട് റെസ്പെക്റ്റ് തോന്നി, ഒരുപാട് ബഹുമാനം തോന്നി. ഈ പറയുന്ന കണക്ക് ഇവരെ പോലെയൊക്കെ ആവണമെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിലപ്പുറത്തേക്ക് കണ്ണ് നിറയാതെ ഇവർ ചെയ്ത ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഈ അമ്മ എന്ന് പറയുന്നത് പേര് ആച്ചിയമ്മ എന്നാണ്. 80-ൽ പരം എന്തോ വയസ്സുണ്ട് അമ്മയ്ക്ക്. അമ്മയുടെ സഹോദരനാണ് അതിനകത്തിൽ കാണുന്ന രാമച്ചൻ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും മാത്രം കഴിയുന്ന കുഞ്ഞു വീട് ഇടിഞ്ഞ് പൊളിയാറായി, ഒരു തരത്തിലുള്ള ഫെസിലിറ്റീസും ഇല്ലാത്ത, കഴിക്കാൻ പോലും ആഹാരം പോലും പാചകം ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറയുന്ന വാസയോഗ്യമല്ലാത്ത അല്ലെങ്കിൽ ശുചിത്വമില്ലാത്ത എന്നൊക്കെ തരത്തിൽ വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ഈ പറയുന്ന വെള്ളം കയറി ചെളി കയറി അങ്ങനെയൊക്കെ പോകുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ്, പൊളിയുന്ന അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി സിലു എന്ന് പറയുന്ന വ്യക്തി അവിടെ എത്തുന്നതെന്ന് പറയുന്നത്. അതിനുശേഷം വന്നൊരു മാറ്റമാണ് ഈ ഒരു വീഡിയോയിലൂടെ അവർ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് മനുഷ്യപ്പറ്റുള്ള ഏതൊരു മനുഷ്യർക്കും ഇവരത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരു കൈകളും എടുത്തുനിന്ന് തൊഴുവാൻ തോന്നും. അതുപോലൊരു കാര്യമാണ്. കാരണം ഈ അമ്മയും ഈ ഒരു അച്ഛനും താമസിച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് എന്ന് പറയുന്നത് ചുറ്റുപാടിനും എത്രയോ ആൾക്കാർ ഇതുപോലും കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ അവർക്കൊന്നും വരാതിരിക്കാൻ പറ്റത്തില്ല. ആശാ വർക്കേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ. നമുക്ക് അതിലപ്പുറത്തേക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ പറയുന്ന ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, ഈ പറയുന്ന ഒരുപാട് പദ്ധതികളുണ്ട് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് പെൻഷൻ എത്തിച്ചു കൊടുക്കുന്ന വ്യക്തികൾ പ്രത്യേകമായിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ ഫെസിലിറ്റീസ് നമുക്കുണ്ട്. പക്ഷെ ആർക്കും ഇതേപോലൊരു കാര്യം ചെയ്യാൻ ഇതുവരെ തോന്നിയില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ മനുഷ്യനും എത്തരത്തിൽ വ്യത്യസ്തരായിരിക്കുന്നു അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. നമുക്കിടയിൽ എത്രയോ ആൾക്കാർ യൂട്യൂബേഴ്സായിട്ട് ഒരുപാട് പേരുണ്ട്. അതിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. മാസം തോറും ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കുന്ന, അത് ഈ പറയുന്ന പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന പുതിയ വസ്ത്രങ്ങളോ സ്വർണ്ണങ്ങളോ അങ്ങനെ കുറേ പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ യൂട്യൂബേഴ്സിനെ, ഫാമിലി വ്ളോഗേഴ്സിനെ നമ്മൾ നിരന്തരമായിട്ട് ഈ പറയുന്ന യൂട്യൂബ് വഴി കാണുന്നുണ്ട്. അപ്പം ഇവരൊന്നും ചെയ്യാത്ത തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തി കിട്ടുന്ന പൈസ വെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ എഫേർട്ട് ഇട്ട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്ന ഒരു മനസ്സെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വീഡിയോയ്ക്ക് അവസാനം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് സിലു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്ന ഇത്തരത്തിലുള്ള വീഡിയോസ് സ്ഥിരമായിട്ട് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആളൊന്നുമല്ല, പക്ഷെ ചെയ്യാൻ തോന്നിയ സമയത്ത് ചെയ്തു എന്ന് പറയുന്നൊരു കാര്യം. ആദ്യം ചെറിയ രീതിക്ക് സഹായിക്കണം എന്നുള്ള രീതിക്ക് ചെന്ന് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഒന്നും ഇനി ശരിയാക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതായിട്ട് കാണുന്ന സമയത്ത് എങ്ങനെയായാലും ഇനി എത്തപ്പെട്ടു, ഇനിയിപ്പം അവർക്ക് അടച്ചുറപ്പോടെ കയറി ഒന്നിനെയും പേടിക്കാതെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഏറ്റവും വൃത്തിയായിട്ടുള്ള മഴവെള്ളം കിടക്കാത്ത ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുക, അവരെ വൃത്തിയാക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുടുംബം, ആ കുഞ്ഞുമക്കൾ, അവരുടെ ഭർത്താവ് അടക്കം കൂടെ നിൽക്കുന്ന വീഡിയോസ് അവരുടെ യൂട്യൂബിൽ കാണാൻ പറ്റും. അത് കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം പോലെ നമുക്കിത് കാണുന്ന സമയത്ത് നെഞ്ചിനൊരു പിടപ്പോ അല്ലെങ്കിൽ അവസാന ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ആ വീടിൻ്റെ പാലുകാച്ചൽ പോലുള്ള കാര്യങ്ങൾ എത്തുന്ന സമയത്ത് ഓരോ സാധനങ്ങളും സില മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് ആ അമ്മയുടെ മുഖത്തെ ചിരി അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് നല്ല വസ്ത്രങ്ങൾ ഇടുന്ന സമയത്ത്, ഈ പറയുന്ന ഉരുക്കുന്ന സമയത്ത്, മുടി കെട്ടി കൊടുക്കുന്ന സമയത്ത്, പൊട്ടിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്ന ആ സന്തോഷ പ്രകടനം, ആ അമ്മ പറയുന്ന വാക്കുകളൊക്കെ കാണുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു മനുഷ്യജീവിക്ക് കണ്ണ് നിറയാതെ ഈ ഒരു വീഡിയോ കണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവരാണ് യഥാർത്ഥ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. വെറുതെ കാട്ടിക്കൂട്ടലുകൾ കാണിച്ച് എന്തൊക്കെയോ വ്യൂസും കോപ്രായങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമൻറ്റുകളും മേടിക്കാൻ വേണ്ടി മാത്രം എന്തൊക്കെയോ ഈ വീഡിയോ ഓണാക്കി അത് വെക്കുന്നത് വരെ അഭിനയിക്കുന്ന ആൾക്കാരെ പോലല്ല ഇവർ പെരുമാറുന്നതെന്ന് പറയുന്നത്. ഇവർ ഈ കാണിച്ചിരിക്കുന്ന എഫേർട്ടിന് പകരമായിട്ട് ആ അമ്മയ്ക്ക് അച്ഛന് തിരികെ കൊടുക്കാൻ ഒന്നുമില്ല എന്ന് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ആകെ കൊടുക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സ്നേഹം മാത്രമായിരിക്കും. ആ സ്നേഹം രാമച്ചനും ആച്ചിയമ്മയും ആവോളം അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വാരി കൊടുക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇത്രയും ദുരിതക്കയത്തിൽ കിടന്നിട്ടുള്ള ഒരു അച്ഛനും അമ്മയും ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് ചെറിയൊരു മനസ്സല്ല, ചെറിയൊരു എഫേർട്ടല്ല അവരിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം പലപ്പോഴും തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ് ഇവർക്ക് വീഡിയോസ് അല്ലേ ഈ പറയുന്നത് ഇടുന്ന സമയത്ത് മില്യൺസ് ആൾക്കാർ കാണേണ്ടത്. കാരണം അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. അങ്ങനെ കാണുന്ന സമയത്ത് ഒരുപക്ഷെ ഈ മില്യൺസിൽ ഏകദേശം ഒരു 10
10 പേർക്കെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ കയ്യിൽ പൈസ ഉള്ളവർക്ക് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ, ഒരു മോട്ടിവേഷനായി മാറിക്കഴിഞ്ഞാൽ, അതിനുള്ള വീഡിയോ ഉണ്ട് ഇത്. അപ്പം അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അത് ഭയങ്കര വിജയകരമായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എത്രയോ ആൾക്കാർ വെറുതെ പൈസ പാഴാക്കി കളയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ എത്രയോ ആൾക്കാർ കാണും. പിന്നെ തോന്നിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും വീട് അനുവദിക്കാത്തത്? അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യമാണല്ലോ, ഈ പറയുന്ന വീട് കിട്ടുന്നുണ്ട് ഏറ്റവും പാവപ്പെട്ട ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചും ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ വീട് പോലുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. പക്ഷേ ഈ അമ്മയ്ക്കോ അച്ഛനോ അവിടേക്ക് പോയി അത് എഴുതി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കാനോ പറ്റില്ല എന്നൊരവസ്ഥയിലായാൽ പോലും സ്വാഭാവികമായിട്ടും ഇങ്ങനെ രണ്ടുപേര് ജീവിച്ചിരിക്കുന്ന കാര്യം ഉറപ്പായിട്ടും ആ പഞ്ചായത്തിന് അറിയുന്ന, അത് ലിസ്റ്റിലുള്ള കാര്യമായിരിക്കുമല്ലോ. വോട്ടിൻ്റെ കാര്യത്തിനെങ്കിലും അവരുടെ അടുത്തേക്ക് എത്തപ്പെടുമായിരിക്കുമല്ലോ. അപ്പം അല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആശാ വർക്കേഴ്സിന് വരെ എത്താതിരിക്കാൻ പറ്റില്ല, പെൻഷൻ പൈസ കൊടുക്കാൻ വേണ്ടി എത്താതിരിക്കാൻ പറ്റില്ല. അപ്പം കുറച്ച് പേരെങ്കിലും ഇതിൽ പങ്കാളിയാകുന്ന സമയത്ത് ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് 4 പേരെ അറിയിക്കുക. ഇതുപോലൊരു കാര്യം, ഒരു വീട് വെച്ച് കൊടുക്കുന്ന കാര്യം എത്രയോ പേർക്ക് ഇതിന് മുൻപേ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നിട്ടും ആരും ഇതിന് എഫേർട്ട് എടുത്തിട്ടില്ല. ഇവരതിന് ഈ പറയുന്ന മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പഴി പറയാതെ അവരുടെ ആ നല്ല മനസ്സിനെ നമ്മൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പറയാനുള്ള കാരണം ഇവർ തന്നെ ഇട്ട ചില കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ ഇവരുടെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഇട്ട കമൻറ്റ് എന്ന് പറയുന്നത്, അതായത് അവരോടൊപ്പം പറയുന്നതാണ് കുറി ഇട്ട് കൊടുത്തത്, അല്ലെങ്കിൽ ഈ പറയുന്ന അമ്പലത്തിൻ്റെ വെളിയിലായിട്ടൊക്കെ പോയി പങ്കാളിയായിട്ട് പോകുക എന്നൊക്കെ പറയുന്ന സമയത്ത് അത് അവരുടെ മതത്തിനുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ട് വൃത്തികേടുകൾ കമൻറ്റ് സെക്ഷനിലൂടെ എഴുതി അയച്ച കുറേ ആൾക്കാർ ഒരു വ്യക്തിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇട്ടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് സ്വാഭാവികമായിട്ടും, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞത്, മതമല്ല മനുഷ്യത്വമാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാണ് യഥാർത്ഥ മനുഷ്യരെന്ന് പറയുന്നത്. അപ്പം അതില്ലാത്തവനാണ് അത്തരത്തിലുള്ള കമൻറ്റ് ഇട്ടേന്നുള്ളത് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണല്ലോ. നമ്മൾ മുഖം നോക്കിയോ മതം നോക്കിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നോക്കിയിട്ടോ ആ ബേസിസിലൊന്നും അല്ല നമുക്കുള്ള ഒരാളെ സ്നേഹിക്കുകയോ സഹായം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നമുക്ക് ഏറ്റവും മുതിർന്ന ഒരമ്മയോ അച്ഛനോ തറയിൽ വീഴുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ മതം ചോദിക്കാറില്ല, അവരിട്ടിരിക്കുന്ന വസ്ത്രം നോക്കാറില്ല. ഇതൊന്നും നോക്കാതെ നമ്മൾ കൈ കൊടുത്ത് അവരെ എണീപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പോകുന്നവരുമുണ്ട്, മൈൻഡ് ചെയ്യാതെ അവരുടെ വസ്ത്രം നോക്കി മാത്രം കണക്കാക്കിക്കൊണ്ട് തട്ടി മാറ്റി പോകുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ പറഞ്ഞ ആത്മീയ കൂട്ടത്തിൽപ്പെട്ട അങ്ങനെയുള്ള ഒരാളാവാൻ ശ്രമിക്കുകയാണ് ഇനിയുള്ള കുട്ടികൾ. പ്രത്യേകിച്ച് അവരെ പഠിപ്പിക്കേണ്ട പാഠങ്ങൾ എന്ന് പറയുന്നത് അവർക്കൊക്കെ കാണിക്കാൻ പറ്റുന്ന, കുഞ്ഞു മക്കൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കുഞ്ഞു മക്കൾ കുഞ്ഞിലേ തന്നെ ഇതുപോലുള്ള പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അവരുടെ മനസ്സിൽ ഇതുപോലുള്ള നന്മകൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരും തലമുറ എന്ന് പറയുന്നത് ഏറ്റവും നല്ലതായിട്ട് മാറും, കനിവുള്ളതായിട്ട് മാറും, നന്മ നിറഞ്ഞതായിട്ട് മാറും, കാരുണ്യമുള്ളവരായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടില്ലെങ്കിലും കണ്ടാലും ഇല്ലെങ്കിലും ആ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം ഇതുപോലുള്ള വീഡിയോസ് ആൾക്കാരിലേക്ക് എത്തിക്കണം. എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു നന്മ എല്ലാവരിലേക്കും എത്തുന്നതാണ്.